പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവമത്രേ. നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും പരിധിയുണ്ട്. ഒരു മനുഷ്യൻ വാ തുറന്ന് ഒരു കാര്യം വേണമെന്ന് പറയുന്നത് തൻ്റെ ചിന്തയ്ക്കനുസരിച്ച്, തൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് ഒത്തിരി ചിന്തിച്ച് ഹല്ലേലൂയ കണക്ക് കൂട്ടിയേ ചോദിക്കത്തുള്ളൂ. താൻ ചോദിക്കുന്നത് അധികമാണോ, താൻ ചോദിക്കുന്നത് ചെറുതാണോ എന്ന് ഹല്ലേലൂയ അവലോകനം ചെയ്ത് പഠിച്ച് അതിന് തക്കവണ്ണമേ ഒരാൾ ഒരു കാര്യം മറ്റൊരു വ്യക്തിയോട് അവതരിപ്പിക്കത്തുള്ളൂ. എന്നാൽ ചിന്തിക്കുന്നത്, ഉള്ളിൽ ചിന്തിക്കുന്നത് അതിനെക്കാട്ടിലും ഒത്തിരി വലുതായിരിക്കും. ചിന്തയ്ക്ക് ഹല്ലേലൂയ കുറച്ചുകൂടെ വലിയ വ്യാപ്തിയുണ്ട്. എന്നാൽ ഇവിടെ ഇതാ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി, നാം ചോദിക്കുന്നതിനെക്കാട്ടിലും നനയ്ക്കുന്നതിനെക്കാട്ടിലും വലുതായി ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ, നമ്മുടെ കർത്താവ് മതിയായവനത്രേ. നാം ചോദിക്കുന്നതിനെക്കാട്ടിലും നനയ്ക്കുന്നതിനെക്കാട്ടിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ഒന്ന് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി. പ്രിയരെ, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഈ ദൂത് നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിനെക്കാട്ടിലും നനയ്ക്കുന്നതിനെക്കാട്ടിലും അധികമായി ദൈവം ചെയ്തു തരും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന് നന്ദി പറയുന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹല്ലേലൂയ ചിന്തയ്ക്കും ചോദിക്കുന്നതിനും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അവൻ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും ദൈവത്തിന് നന്നായിട്ടറിയാം. അങ്ങനെയെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ സകല ആവശ്യങ്ങൾക്കകത്തും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നിങ്ങൾക്ക് 21-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായ ദാവീദിൻ്റെ പ്രാർത്ഥന കാണാൻ സാധിക്കും. 21-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, നീ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നോക്ക്, ഹൃദയത്തിൻ്റെ ആഗ്രഹം, അധരങ്ങളുടെ യാചന. ഹല്ലേലൂയ. അധരങ്ങളുടെ യാചന നിഷേധിക്കാതെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം അവന് കൊടുത്തു. എന്നിട്ട് ഇത് 4-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. അവൻ ചോദിച്ചത് ജീവനെ ചോദിച്ച ദാവീദിന് ദൈവം അത് കൊടുത്തു, നീ അവന് അത് കൊടുത്തു. എന്നിട്ട് പറയുന്നു, ജീവൻ മാത്രമല്ല, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ, അല്ല നിത്യതയെ തന്നെ അവന് വേണ്ടി ദൈവം കൊടുത്തു. ഇന്ന് പകൽക്കാലവും ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പാകെ ജീവൻ ചോദിച്ച ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനോട് പറയുന്നു, അവന് ജീവനെ മാത്രമല്ല എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ കൊടുത്ത് ദൈവം മാനിച്ചു. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിനെ വാ തുറന്ന് സ്തുതിക്കുന്ന വ്യക്തിയാണോ? ദാവീദിനെ പോലെ അതിരുകൾ നോക്കാതെ, അളവുകൾ നോക്കാതെ, ചുറ്റുപാടുമുള്ളവരെ നോക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, നിങ്ങളുടെ യാചനയ്ക്ക് മറുപടി തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ, നമ്മുടെ കർത്താവ് മതിയായവനത്രേ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം ചെയ്തു തരും. 2-ാമത്തെ വ്യക്തി നോക്ക്, ദാവീദിൻ്റെ ഹല്ലേലൂയ വംശത്തിൽ തന്നെയുള്ള അവൻ്റെ വല്യമ്മച്ചിയായ രൂത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കിയിട്ട് രൂത്തിനെക്കുറിച്ച് വേദപുസ്തകവും പറയുന്നത് അതുതന്നെയാണ്. അവൾ ചോദിച്ചതിനെക്കാട്ടിലും നനച്ചതിനെക്കാട്ടിലും അത്യന്തപരമായി ദൈവം അവൾക്ക് ചെയ്തു കൊടുത്തു. രൂത്തിൻ്റെ ഒറ്റ പ്രത്യേകത ഇത് മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിലെ ദൈവമായ യഹോവയിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ഓരോ ചുവടും മുമ്പോട്ട് വെച്ചപ്പോൾ അവിടെ ഗമനത്തെ, അവിടെ നടപ്പിനെ ദൈവം സ്ഥിരമാക്കി. പ്രിയരെ, ഇന്ന് പകൽക്കാലം സ്വന്തം ബലത്തിൽ ഊന്നാതെ, സിറ്റുവേഷനുകളിൽ ആശ്രയിക്കാതെ, ഹല്ലേലൂയ അതിനെ ഓർത്ത് കംപ്ലൈൻറ്റ് പറയാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുമോ? ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്യുമോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായി ഇതേ ദൂത് നിങ്ങളോടും പറയുന്ന ദൂത, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം ചെയ്തു തരും. രൂത്ത് എന്താ
ചെയ്തത്? ദൈവത്തിൽ ആശ്രയിച്ചിട്ട് രൂത്തിൻ്റെ ഓരോ ചുവടിലും ദൈവം പറയുന്നത് ആലോചനയായി കൈക്കൊണ്ടിട്ട് അവളുടെ ഓരോ ചുവടിനെയും അവൾ ക്രമീകരിച്ചു. അവളൊരു വയലിൽ ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കാലാപിറക്കാൻ പോയതാ. അവിടെ ആഗ്രഹം വല്ല വിധേനയും വല്ലതും കഴിക്കണം, എന്നിട്ട് തനിക്കും അമ്മായിയമ്മയ്ക്കും അല്പം വിശപ്പടക്കണം എന്ന ആഗ്രഹത്തോടാണ് അവൾ വയലിൽ കാലുവെച്ചത്. അവിടെ ആഗ്രഹം അത്രയേ ഉള്ളായിരുന്നു. എന്നാൽ ദൈവം അവൾക്ക് കൊടുത്തത് ആ വയലിനെയും വയലിൻ്റെ ഉടമസ്ഥനെയും അവൾക്ക് കൊടുത്തു. അല്ലെങ്കിൽ അവൾ സകലത്തിനും അധിപതിയായി തീർന്നു. ഇന്ന് രാവിലെയും പ്രിയരെ, കർത്താവിൽ പൂർണ്ണമായി നിങ്ങൾ ആശ്രയിക്കുമെങ്കിൽ, കർത്താവിനെ ആശ്രയിക്കുക മാത്രമല്ല രൂത്തിനെ പോലെ സകലത്തിലും അനുസരിക്കുമെങ്കിൽ ഈ കർത്താവ് വിശ്വസ്തനെന്ന് അവൻ ഒരിക്കൽ കൂടെ തെളിയിക്കും. എന്നിട്ട് അവൻ പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ഞാൻ ചെയ്തു തരും. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വ്യക്തിയാണോ? കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തിയാണോ? അളവ് കൂടാതെ അതിര് വയ്ക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്ത് നിങ്ങളെ ജയത്തോടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവ് മതിയായ ദൈവമത്രേ. നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.